സോഷ്യൽ മീഡിയ ഫുള്ള് അനീഷ് അനുമോൾ ട്രാക്കാണ്. ഓക്കെ, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അനീഷ് തുടക്കം തൊട്ടേ ഭയങ്കര മെച്യൂർഡ് പേഴ്സണാലിറ്റിയാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാം, സാബുചേട്ടന്റെ ഒരു ഇന്റർവ്യൂല് അനീഷിന്റെ ഒരു കോൺവെർസേഷൻ പറയുന്നുണ്ട്, അനീഷ് പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇറിറ്റേറ്റ് ആവും അനീഷിന് ദേഷ്യം വരും എന്നുള്ളത്. ഓക്കെ, ഇതിപ്പോ അതിന്റെ ഉള്ളിൽ വെച്ച് ഇഷ്ടം തോന്നി ആള് എന്നാൽ നമുക്ക് സ്ട്രേറ്റ് കല്യാണം കഴിച്ചാലോ എന്ന് പറഞ്ഞു. അനുമോൾക്ക് അതൊന്നും അത്ര പെട്ടെന്ന് താങ്ങാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല. സോ അനുമോൾ പെട്ടെന്ന് ഇതായി ബ്രദറിനെ പോലെയാണ് കാണുന്നത്. ആ കുട്ടി അവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, അത് മുഖത്തടിച്ച രീതിയിൽ സംസാരിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ ആള് കലിപ്പിട്ട് മിണ്ടണില്ല, സംസാരിക്കണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം മനസ്സിലാക്കണ്ട, ഇത്രയും മെച്ചൂർഡ് ആയിട്ടുള്ളൊരു വ്യക്തി എന്തുകൊണ്ട് ഒരാളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുഖം വിരിപ്പിച്ച് വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒന്നില്ലെങ്കിൽ ലൈക്ക് നമുക്ക് ഇത് പെട്ടെന്ന് സീരിയസ് ആണെങ്കിൽ പോലും ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും നമുക്ക് അതൊരു ഗെയിമായിട്ട് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഗെയിം കളിച്ചവരും ഉണ്ട്, ലവ് ട്രാക്ക് ഇട്ട് ലാസ്റ്റ് വരെ ഗെയിം കളിച്ച് നിന്നവരൊക്കെ ഉണ്ട്. സോ ഇവിടെ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. ഒരു കൂട്ടം അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാം, അനീഷിന് എന്തൊരു കുറവ്, ഗവൺമെന്റ് ജോലി ഇല്ലേ, മാന്യമായിട്ട് പോയി പ്രപ്പോസ് ചെയ്തുകൂടെ, ആ കുട്ടിക്ക് ഓക്കെ പറഞ്ഞാൽ എന്താ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, വോട്ട് മറയാം. അതേപോലെ എന്താ പറയാ, പല രീതിയിലും വോട്ട് മറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ഉൾട്ടയടിക്കും. കാരണം ഈ ഒരു ക്യാരക്ടർ പ്രപ്പോസ് ചെയ്തിട്ട് നോ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കലിപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൽ വോട്ട് നേരെ ഉൾട്ടയടിക്കും. ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പൊ കാലോടയ്ക്കുന്ന പോലത്തെ പരിപാടിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൾക്ക് ഓക്കെ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ലൈക്ക് ടേക്ക് യുവർ ഓൺ ടൈം എന്നോ അതല്ലെങ്കിൽ ഓക്കെ ഫൈൻ അത് വിട്ടേക്കുന്നുള്ള രീതിയിൽ അതിനെ വിട്ട് കളയാതെ എടുത്തു പിടിച്ച് സ്കൂൾ പിള്ളേരെ പോലെ പിണങ്ങി ഈ ഒരു സാധനത്തിനെ ക്രിഞ്ചാക്കി എടുത്തിട്ട് മുഖം പിരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ലാസ്റ്റ് മിനിറ്റിൽ ഉള്ള വോട്ട് പോകാനുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ എന്തുകൊണ്ട് ഗെയിം സ്ട്രാറ്റജി ആയിക്കൂടാ. കമന്റ് ബോക്സ് ഫുള്ള് ഗെയിം സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അത് അനീഷിനെ പറ്റി ആളുകൾ റെസ്പെക്ട് ചെയ്ത് ചിന്തിച്ചെടുത്തുന്ന സാധനങ്ങളൊക്കെ നേരെ ഉൾട്ടയടിക്കും. ഇത് സ്ട്രേറ്റ് പറഞ്ഞ് അനുമോൾ അത് അങ്ങനെ പറയുമ്പോൾ ഓക്കെ ഫൈൻ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത് കൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.